കിഡിലോസ്കി ആയിട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അത്രയും എഫക്റ്റീവ് ആയിട്ട് നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് തരുന്ന ഒരു കിഡിലൻ സാധനമാണ് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പറയാനായിട്ടൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഒരു കിഡിലോസ്കി ആയിട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അത്രയും എഫക്റ്റീവ് ആയിട്ട് നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് തരുന്ന ഒരു കിഡിലൻ സാധനമാണ് കേട്ടോ. അത് അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം എന്തായാലും വാങ്ങിക്കോളൂ. വീഡിയോ ഫുൾ ആയിട്ട് കാണാനും മറക്കരുത് കേട്ടോ. അപ്പൊ എനിക്കൊരു ഒറ്റ രാത്രി കൊണ്ട് തന്നെ നല്ല കിഡിലൻ ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് വന്നിട്ട്. ഞാനൊരു 4 to 5 ഇയേഴ്സ് ആയിട്ട് നന്നായിട്ട് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ആണ് കേട്ടോ എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഐറ്റം എന്താണെന്ന്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതേ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് കേട്ടോ. ഇത് വന്നിട്ട് ബോറോ പ്ലസ് എന്ന് പറഞ്ഞുള്ള ഒരു ആയുർവേദിക് ആന്റിസെപ്റ്റിക് ക്രീമാണ്. ഇതാണ് 45 റുപ്പീസ് വരുന്ന ഈ ഒരു പാക്കേജ് വന്നിട്ട്. ഇതിന്റെ പാക്കിംഗ് വന്നിട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് ഫുൾ ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ്ലി ആയുർവേദിക് ആണ്. നോ പാരബൻസ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോ പാരബൻസ് എന്ന് പ്രത്യേകം ഇതിൽ മെൻഷൻ ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല 24 ഹവേഴ്സ് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നുണ്ടെന്നുള്ളത് ക്ലെയിം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് നമുക്ക് ഫോർ ഫേസിനായിക്കോട്ടെ, ഹാൻഡ്സിന്, അതുപോലെ തന്നെ നമ്മുടെ കാലിലും ഫുൾ ബോഡി ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു കിടിലൻ സാധനമാണ് കേട്ടോ. ഞാൻ ഇത്രയ്ക്ക് ഇത് പറയാൻ കാരണം എനിക്ക് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ യൂസസ് എന്തൊക്കെയാണെന്നും എനിക്ക് കിട്ടിയ റിസൾട്ട് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന്റെ മെയിൻ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ഒരു യൂസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ലിപ്സ് നല്ല ക്രാക്ക്ഡ് ആയിട്ടും ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് നന്നായിട്ടുണ്ട്. ഭയങ്കര സ്കിൻ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് എന്റെ ലിപ്പ് ചില ടൈമിൽ ഉണ്ടാവാറ്. ഞാൻ ഭയങ്കര ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളല്ല പലപ്പോഴും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്റെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം, അതുപോലെ നമ്മൾ ലിപ്സ്റ്റിക് നന്നായിട്ട് യൂസ് ആക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് വരാം. അപ്പൊ എന്റെ ലിപ്സിന്റെ ഒരു കോലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചില ടൈംസിൽ എന്റെ ലിപ്സ് ഇങ്ങനെയാണ് വരാറ്. അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ കൂടെ കാണിക്കുക. ഇത് ഞാൻ അപ്ലൈ ചെയ്യാറ്. നന്നായിട്ട് നമ്മുടെ ലിപ്പ് ഒന്ന് വാഷ് ചെയ്യുക. കംപ്ലീറ്റ് നമ്മളെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നൈറ്റ് ഇത് കംപ്ലീറ്റ് ഒരു ലിപ് മാസ്ക് പോലെ നമുക്കൊരു ക്രീം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ലിപ്പില്. ഈ ഒരു ഇത് വന്നിട്ട് നമുക്ക് വായിലായാലും വലിയൊരു പ്രോബ്ലം ഇല്ല. കാരണം കംപ്ലീറ്റ് ആയുർവേദിക് ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ വായിലാക്കേണ്ട ഒരു കാര്യം വരുന്നില്ല കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലിപ്പിന്റെ പുറമേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മോർണിംഗ് വന്നിട്ട് നമുക്കതൊന്ന് വൈപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള ഒരു ലിപ്പ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വെറും ഒറ്റ നൈറ്റ് കൊണ്ട് നമ്മുടെ ലിപ്പ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആക്കും. അത്ര റിസൾട്ട് തന്നെ ആയുർവേദിക് ക്രീമാണ് കേട്ടോ ഇത് വന്നിട്ട്. ഇത് പറയുന്നുണ്ട് ഇത് നമുക്കൊരു ബ്യൂട്ടി ക്രീമോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇതൊരു ആന്റിസെപ്റ്റിക് ക്രീമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇനിയും പല യൂസസ് ഇതിന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്റെ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് കേട്ടോ എൻ്റെ ലിപ്പിൻ്റെ ഒരു കണ്ടീഷൻ വന്നിട്ട്. ഇതിൽ ഒരുപാട് ലിപ്പ് ഇങ്ങനെ പീൽ ചെയ്ത് പോന്നിട്ട് ഞാൻ പീൽ ചെയ്ത് എടുത്തിരുന്നു. അതിൻ്റെ മുറിവാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഭയങ്കര ഡ്രൈ ആണ്. തൊടുമ്പോഴേ അറിയാം ഈ ഒരു ലിപ്പിൽ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഷോക്കായിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് ചിലപ്പോൾ തോന്നും. അപ്പോൾ മുറിവ് വരെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് ആദ്യം കരുതിയില്ല. അതാണ് ആദ്യം ഞാനത് ഫ്ലേക്കി ആയിട്ട് നിന്നൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ജാനുവരി 4-നാണ് കേട്ടോ. ഇനി ഞാനിത് നൈറ്റാണിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ലിപ്പാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയത്, പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഇത്രയും പിഗ്മെൻറ്റേഷൻ വന്നത്. എനിക്ക് ആദ്യം പിഗ്മെൻറ്റഡ് ലിപ്പാണ്. അതിൻ്റെ പുറമെ ഇപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് തുടങ്ങിയ വരെ ഭയങ്കരമായിട്ട് ലിപ്പ് ഡാർക്കിനായി വന്നിട്ടുണ്ട്. ഈ നൈറ്റ് ഇതാ ഞാൻ ലിപ്സ്റ്റിക്കും കാര്യങ്ങളെല്ലാം വാഷ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറെ ഒന്നുമില്ല, വായിലധികം ആവാണ്ടത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ലിക്ക് ചെയ്യാണ്ടൊക്കെ നിൽക്കുക കേട്ടോ. ഇനി ഞാനിതാ നോർമൽ നമ്മൾ പോയി കിടക്കുകയാണ്. അതിനുശേഷം മോർണിംഗ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം മോർണിംഗ് ഞാൻ നിങ്ങൾക്ക് ടൈമും ഡേറ്റൊക്കെ കാണിച്ചു തരാൻ മറന്നിട്ടുണ്ട് എണീക്കുന്ന ഒരു ഉറക്കപ്പിച്ചിൽ. അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ നൈറ്റ് 11 മണിയൊക്കെ ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈം നിങ്ങൾക്ക് ഫേസിൽ, ഞാൻ ആക്നെ ഉണ്ടെങ്കിൽ ആക്നയിൽ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതേ ലിപ്പ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുണ്ട് മോർണിംഗ് വന്നിട്ട്. ഇനി ഞാൻ കോട്ടൺ എടുത്ത് തുടയ്ക്കുകയാണ് കേട്ടോ. ഈ ഒരു ലിപ്പ് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് തുടച്ചിട്ട് കാണിച്ചു തരാം. ആ ഒരു ഫ്ലേക്കി ആയതെല്ലാം ഭയങ്കര സോഫ്റ്റനായിട്ട് അതെല്ലാം പോന്നിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ ഭയങ്കര എന്തൊരു സോഫ്റ്റാന്ന് അറിയോ, നമുക്ക് അത്രയും സോഫ്റ്റാണ്. കാര്യം ആദ്യം എൻ്റെ ഇത് ഭയങ്കര പാറക്കല്ലിലിട്ട് ഉരയ്ക്കുന്ന ഒരു ഫീലായിരുന്നു എൻ്റെ ലിപ്പ്. ഭയങ്കര ഫ്ലേക്കി ആയിട്ട് മുള്ളു പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് പൊട്ടി പൊളിഞ്ഞ് മുറി ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് വിണ്ട് കയറി മുറിവായിട്ടുണ്ടായിരുന്നു, തോല് പോന്നിട്ടൊക്കെ. അതെല്ലാം മുറിവൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടു. അപ്പോൾ നമ്മൾ ആക്നെ ആയാലും പൊട്ടി മുറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ മുറിവൊക്കെ ഉണങ്ങും കേട്ടോ. അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ട് കണ്ടല്ലോ അല്ലെ. ഇനി നമ്മൾ സെക്കൻഡ് കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. അതായത് നല്ല മുരിമുരിച്ചിലുള്ള കൈയും കാലൊക്കെയാണ്, മൊത്തത്തിൽ ഡ്രൈ ആണ്. പ്രത്യേകിച്ച് നമ്മൾ വിന്റർ സീസണിലൊക്കെ ഡ്രൈനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീം യൂസ് ആക്കി നോക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ക്രീം വന്നിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആയി പോകുന്ന ഒരു ടൈപ്പാണ്. ചെറിയൊരു കട്ടിപ്പ് ഉണ്ടെങ്കിൽ പോലും ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല സ്മെല്ലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകുന്നതിനൊന്നും പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കും. ഒത്തിരി ഓയിലിയോ അല്ലെങ്കിൽ ഒത്തിരി ഇതുപോലെ സ്റ്റിക്കിനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഒരു അടിപൊളി ക്രീമാണ്. അപ്പൊ ഇതുപോലെ നമ്മളെ ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ്സിനും കാര്യങ്ങൾക്കും ഇത് യൂസ് ആക്കാവുന്നതാണ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ക്രാക്ക്ഡ് ഹീൽസ്. നിങ്ങൾ മിക്ക പേർക്കും നമുക്ക് ഉണ്ടാവുന്നതാണ് ക്രാക്ക്ഡ് ആയിട്ടുള്ള ഹീൽസ് വന്നിട്ട്. ഭയങ്കര നമുക്ക് തൊടുമ്പോൾ തന്നെ മുള്ളിൽ തൊടുന്ന പോലെ ഫീൽ ആവുന്ന ഹീൽസ് വരെ ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ക്രാക്ക്ഡ് ഹീൽസിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ കാലൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ എവിടെയാണ് ആ പ്രോബ്ലം ഉള്ളത് അവിടെ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിന് മുകളിൽ ഒരു ഷോക്സ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് നല്ലൊരു അടിപൊളി റിസൾട്ട് മോർണിംഗ് ആകുമ്പോഴേക്ക് നമുക്ക് കിട്ടും. കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ഫീറ്റ് നല്ല സപ്പിളായിട്ട് നല്ലൊരു ഹെൽത്തി സ്കിന്നോട് കൂടെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു തേർഡ് യൂസ് വന്നിട്ട്. പിന്നെ വന്നിട്ട് നമ്മൾ റേസേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് റേസർ ഒക്കെ യൂസ് ചെയ്യുന്ന മെന്നിനായാലും വുമണിനായാലും നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ്. ആദ്യം ഈ ഒരു ക്രീം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് റൈസർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ്, ഇതിന്റെ യൂസസ് ഒക്കെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആക്നേസും കാര്യങ്ങളൊക്കെ ഉള്ള ഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആക്നേസ് വന്ന് മുറിയായി പോയിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതല്ലാണ്ട് നമ്മുടെ നെക്സ്റ്റ് ഒരു യൂസസ് ആണ്, നമ്മുടെ സ്കിന്ന് നല്ല ഡ്രൈ ആണ്, ഫേസ് നല്ല ഡ്രൈനെസ് ആണ്, മുരിമുരിച്ചിലാണെങ്കിൽ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വന്നിട്ടുള്ളതാണ്, നമുക്ക് ഇനി പൊള്ളലോ കാര്യങ്ങളോ ചെറിയ ചെറിയ പൊള്ളലും കാര്യങ്ങളൊക്കെ നമുക്ക് വരികയാണെങ്കിൽ ആ ഒരു പൊള്ളിയ ഭാഗത്തും കൂടെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് നമുക്ക് നന്നായിട്ട് ആ ഒരു പൊള്ളൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വന്നിട്ടുള്ളതാണ്, നമുക്ക് വന്നിട്ട് ബേബീസിന്റെ നാപ്പി റാഷസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് സ്നഗ്ഗീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ റാഷസ് വരുമ്പോൾ ബേബീസിലും ഇത് യൂസ് ആക്കി കൊടുക്കാവുന്നതാണ് ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിന് വെറും 45 രൂപ മാത്രമാണ് കേട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രൈസിന് ഇത് ഡബിൾ ആയിട്ടുള്ള എന്താ പറയാ, അത്രയും നമുക്ക് റിസൾട്ട് തരുന്ന അത്രയും വേർത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് വാങ്ങി നോക്കിയിട്ട് ഒരു തവണയെങ്കിലും ഇത് യൂസ് ചെയ്ത് നോക്കും. നമുക്ക് നല്ല സോഫ്റ്റ് ലിപ്പ് തരാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാല് തരാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ബോഡിയിലും ഹാൻഡ്സിലും ഫേസിലും യൂസ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ്ലി ആയുർവേദിക് ആയിട്ടുള്ള ഒരു ആന്റിസെപ്റ്റിക് ക്രീമാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു 10ഓളം ഹെർബ്സ് ആണ് ഇവർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു ആയുർവേദിക് ക്രീമിൽ ഇത് ഇത്രത്തോളം ഡ്രാസ്റ്റിക് ചേഞ്ച് ചെയ്യുന്ന ഒരു ക്രീം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് മുന്നേ യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നമ്മളെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി എന്തെങ്കിലും ഒരു ക്രീമിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്റെ ലിപ്പൊക്കെ നന്നായിട്ട് സപ്ലാക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരെണ്ണമാണ്. നിങ്ങൾക്ക് എന്റെ റിസൾട്ട് കണ്ടിട്ട് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും സഫർ ചെയ്യുന്ന ആൾക്കാരാണ്, ഇത്തരം പ്രോബ്ലംസ് സഫർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസും ചാനലൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.